ഇന്ന് നമുക്ക് നല്ല ക്ലൈമറ്റാണ്. ഞാനാണെങ്കിൽ ആകെ ഇവിടെ പനി പിടിച്ച് വല്ലാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. വെറുതെ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച്. ഫോൾ ആയതുകൊണ്ട് കേട്ടോ ഈ കളറൊക്കെ നമ്മുടെ ഫെയ്ഡായിട്ട് വരുന്നു. ഇതൊക്കെ നമ്മുടെ ഗാർബേജ് പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് അവരെടുക്കാൻ വരും. അത് കാരണം നമ്മളത് വഴിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം പനിയൊക്കെ കുറഞ്ഞ് വരുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എനിക്കിങ്ങനെ എന്താ പറയുക എരിവോടുകൂടി എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നി. അപ്പം അതിങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അതിലേക്ക് നടന്നപ്പോഴത്തേക്കിന് ഈ ഭാഗമൊക്കെ നിങ്ങളും കൂടിയൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്. ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്ന് വെച്ചാൽ അധികം ചൂടും ഉണ്ടാവില്ല, അധികം തണുപ്പും ഒന്നും ഉണ്ടാവില്ല, എന്നൊരു മോഡറേറ്റ് കാലാവസ്ഥ. അപ്പോൾ ഉണ്ടാക്കിയല്ലോ. ഇതാണ് സാധനം, പൊറോട്ടയും പെപ്പർ ചിക്കനും. ഇത് തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് കുറച്ച് എരിവോടുകൂടി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഒരു റെസിപ്പി നോക്കിയിട്ടാണ് ചെയ്തത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ യൂഷ്വലി മാരിനേറ്റ് ചെയ്യുന്ന പോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല, കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കൂടെ, ഉപ്പ് കുറവിട്ടാൽ മതി, കൂടുതലാണ് നമുക്ക് പിന്നീട് ഇടാനുള്ളത്. ഞാനിപ്പോൾ കുക്കിംഗ് പഠിച്ച് വരുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് കുറവിടത്തുള്ളൂ. കുറച്ച് കട്ടിയുള്ള തൈര് ഇടുക, പിന്നെ പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക. പിന്നെ ഞാൻ ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്, സവോളയും ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പണി എളുപ്പമാണല്ലോ. കടുക് പൊട്ടിക്കുക, സ്പൈസസ് ഇടുക. ഈ സ്പൈസസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ കൂടുതലുള്ളത് അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കറി കഴിക്കുമ്പം കുറച്ചും കൂടി സെറ്റായി, കറി കുഴപ്പമൊന്നുമില്ലാതെ വന്നു നമുക്കൊരു ഫീല് വരും. നമ്മൾ കുക്ക് ചെയ്യുന്നത് നമുക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുവാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന്. പിന്നെ എനിക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒട്ടും മടുപ്പ് ഫീൽ ചെയ്യാറില്ല. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് പെരുംജീരകവും കുരുമുളകും കൂടെ ഞാൻ പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് വഴറ്റി സെറ്റായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ജിഞ്ചർ ഗാർലിക്, അത് പേസ്റ്റോ അല്ല ഇതുപോലെ ചതച്ചോ ഇട്ടാൽ മതി. ഞാൻ നന്നായിട്ട് വഴറ്റുന്നതുകൊണ്ട് അത് ചതച്ചായിട്ടത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, സവോള വഴറ്റുന്നതിനനുസരിച്ചാണ് ഇത് ടേസ്റ്റ് വരുന്നതെന്ന്. ഞാൻ പൊടിച്ച മസാലയും കൂടി ഇട്ടിട്ടുണ്ട്, അതായത് പെരുംജീരകവും കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരിന് മുളക് പൊടി ഇട്ടായിരുന്നു. പിന്നെ ടൊമാറ്റോയും കൂടി ഇടുക. അത് നിങ്ങൾ പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഇടുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ അരിഞ്ഞിട്ടാലും മതി. പതുക്കെ സ്ലോയിലി കുക്ക് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.